ആ ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പദവി ഇപ്പം തന്നെ നിലവിലുണ്ടല്ലോ. പിന്നെ എന്തിനാ അതിന് കിട്ടാൻ വേണ്ടി വേറെ നടക്കുന്നു? അത് ഏകേവനോട് ചോദിച്ചാൽ മതി കാര്യം. ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ദേശീയ പദവി ഉണ്ട്. ഇനി അതിനെ ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. ആ അല്ലല്ല, ഞങ്ങൾ അങ്ങനെ തെറ്റാന്ന് പറയില്ലാന്ന്. വ്യക്തിപരമായിട്ട് ഒരാളെ കണ്ടാൽ അതൊക്കെ തെറ്റായി പോയി എന്ന് പറയേണ്ട എന്ത് ഭ്രാന്തമുള്ളൂ. ഇതൊരു സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയമല്ലേ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ട ഉടനെ തന്നെ ആ രാഷ്ട്രീയം അതിൽ അവസാനിച്ചു പോകുന്നു കാണുന്നതിൽ എന്തൊരു തെറ്റായ വിശകലനമാണ്. ഇല്ല, അങ്ങനെ എപ്പോഴും പെടുന്നില്ല, ചിലപ്പോഴും മാത്രമേ. എപ്പോഴൊന്നുമില്ല, അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാക്കളെ സംബന്ധിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജയരാജൻ തന്നെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില ശരിയാണ് ഭൂരിപക്ഷം ഉണ്ടാവുക, ചിലപ്പോൾ തെറ്റും. ആ തെറ്റ് തിരുത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി കാണുന്നത്. ആര് ആയിക്കോട്ടെ. അല്ല, അതാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ കോഡുകളായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടരില്ല, ആരും കണ്ടാലും കുഴപ്പമില്ല. ജാവേദ്കർ മാത്രമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രിയെ പോകുന്ന സമയത്ത് കാണുന്നു. കണ്ടാലത്തെ കുഴപ്പം ഏറ്റവും വലിയ വർഗീയവാദിയുടെ പട്ടികയിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത്. RSSൻ്റെ BJPയുടെ സംഘപരിവാറിൻ്റെ ആളുകൾ. അവരെല്ലാം കണ്ടാൽ പിന്നെ മിണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, ദൂഹ്യം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു രാഷ്ട്രീയമല്ല. അത് രാഷ്ട്രീയ സംസ്കാരമല്ല. നമ്മളെല്ലാം എല്ലാ BJPക്കാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും BJP നേതാക്കന്മാരെയും എല്ലാം എപ്പോഴും ഇപ്പോൾ മുമ്പെല്ലാം ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട്. കണ്ടാൽ എന്താ ഇപ്പോൾ ഇതിനിടെ മനോരമയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ്റെ തൊട്ട് തലേദിവസം മറ്റോ മൂന്നാളുണ്ടായിരുന്നു. കൃഷ്ണദാസും ഉണ്ടായിരുന്നു, M. വാസനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. എത്ര സൗഹൃദപരമായിരുന്നു ഞങ്ങളുടെ സംഭാഷണം. പക്ഷേ സംഭാഷണമൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ രാഷ്ട്രീയം വരുമ്പോഴും കർശനമായ നിലപാട് സ്വീകരിക്കും. അത് അവർക്ക് മൂന്നാൾക്കും അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും. അതിനെന്തിനാണ് ഇങ്ങനെ വല്ലാതെ വേജാറാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. അതിനെപ്പറ്റി നിങ്ങളിപ്പം പറയണ്ട. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ആവശ്യമില്ലാതെ കഥയുണ്ടാക്കണ്ട. 4-ാം തീയതിക്ക് ശേഷം BJPയുടെ ഗവൺമെൻറ് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനെ പറ്റി വലുതായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല. ഉണ്ടാ ചർച്ച ഇല്ലില്ല. അവരെ പോലുള്ള നമ്മൾ CPM ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അവരെല്ലാം. എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇന്ത്യ അപ്പുറത്തുള്ളവരാണ് അവരൊക്കെ.